കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൊങ്കാല സ്പെഷ്യൽ മണ്ടപ്പുറ്റ് ഉണ്ടാക്കാം. 1/4 കിലോ പയർ, അതേ അളവിൽ തന്നെ 1/4 കിലോ ശർക്കര, 3 പാളയംതടം പഴം എടുക്കുന്നുണ്ട്, ആവശ്യമെങ്കിൽ മാത്രം ചേർക്കാം. 1 ബൗള് തേങ്ങ, ഇതാ 1 ബൗള് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഇടിയപ്പ മാവാണ്. ഇനി ഒരു 12 ഏലക്ക ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതും 50 ഗ്രാം നെയ്യും. ഇനി ഈ പയർ നല്ലതുപോലെ വറുത്തെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പയറിട്ടു. ഇതിലേക്ക് എണ്ണയൊന്നും ചേർക്കുന്നില്ല, നന്നായി ഒന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കുകയാണ്. ഇങ്ങനെ നന്നായി ഒന്ന് വറന്ന് വന്നതിന് ശേഷം ഇത് നമുക്ക് ചെറുതായി ഒന്ന് 2 സ്റ്റെപ്പ് പൊടിച്ചതിന് ശേഷം ഇതിൻ്റെ തോലെല്ലാം പാറ്റി കളഞ്ഞതിന് ശേഷം നന്നായി പൊടിച്ചെടുക്കാം. ഇനി ഒരു പാത്രം എടുത്ത് നന്നായി പൊടിച്ച പയർ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1 ബൗൾ പയറുണ്ട്, അതും എടുത്തു വെച്ച ശർക്കര ഞാൻ ഫുള്ളും ആഡ് ചെയ്യുന്നില്ല, ഒരു 50 ഗ്രാമോളം മാറ്റി വെച്ചു. ബാക്കി ശർക്കരയാണ് ഇതിൽ ആഡ് ചെയ്തത്. എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ, ഏലക്ക പൊടിച്ചത്, കുറച്ച് നെയ്യും അതുപോലെ തന്നെ ഫുള്ളും ആഡ് ചെയ്യുന്നില്ല, കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. കുറച്ച് നെയ്യും കൂടെ വീത്തി ഇത് നന്നായി ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോട് പ്രസ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാനത് നന്നായി കുഴച്ച് വെച്ചതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഞാൻ അത് ഫുള്ളും ആഡ് ചെയ്യാണ്. കുറേച്ചായിട്ട് കുഴയ്ക്കാമെന്നാണ് വിചാരിച്ചെങ്കിലും അത് ഫുള്ളും ആവശ്യമാണെന്ന് തോന്നി ഞാൻ അത്രയും മാവ് അതിനകത്തിട്ടിട്ടുണ്ട്. ഫുൾ മാവ് ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് വരവുകയാണ്. നന്നായി ഒന്ന് വരവിയതിന് ശേഷം ഞാൻ കുറച്ചെടുത്ത് അതിൻ്റെ മധുരം നോക്കി, മധുരം പാകത്തിനുണ്ട്. എനിക്ക് 50 ഗ്രാം ശർക്കരയോളം ബാലൻസ് വന്നു. ഇത്രയും ഞാൻ ആഡ് ചെയ്യുന്നില്ല. എടുത്തു വെച്ച് പഴവും ആഡ് ചെയ്യുന്നില്ല, കാരണം കയ്യിൽ നല്ലതുപോലെ ഉരുണ്ട് വരുന്നുണ്ട്. ഉരുണ്ട് വന്നില്ലെങ്കിൽ മാത്രം നമുക്ക് ഓരോ പഴം വീതം ഇട്ട് കൊടുത്ത് പാകത്തിന് ഉരുട്ടിയെടുക്കുന്ന രീതിയിൽ കുഴയ്ക്കാമായിരുന്നു. എനിക്ക് പഴം ഇടേണ്ട ആവശ്യം വന്നില്ല. ഇനി ഇഡ്ഡലി പാത്രത്തിൽ ഞാനിത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ചെറിയ ഇഡ്ഡലി തട്ട് കൂടെ അതിൽ വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം 2 കൈ കൊണ്ട് മാവ് എടുത്ത് നല്ലപോലെ പ്രസ് ചെയ്ത് ഒരു തലയുടെ ഷേപ്പ് നല്ലതുപോലെ ഉരുട്ടിയെടുക്കണം. നന്നായി പ്രസ് ചെയ്ത് ഉരുട്ടി അത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നല്ലതുപോലെ ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് കണ്ണും മൂക്കും ഒക്കെ വരഞ്ഞു കൊടുക്കാവുന്നതാണ്. പൊങ്കാലയ്ക്ക് മണ്ടപ്പുറ്റ് വയ്ക്കുന്നത് നമുക്ക് തലവേദന ഉണ്ടെങ്കിൽ അത് മാറും എന്നുള്ള വിശ്വാസത്തിലാണ് മണ്ടപ്പുറ്റ് എല്ലാവരും ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിൽ കണ്ണും മൂക്കും ഒക്കെ വെച്ച് ഒരു തലയുടെ രൂപത്തിലാണ് മണ്ടപ്പുറ്റ് ഉരുട്ടി വയ്ക്കാൻ. അത്രയും പ്രാർത്ഥനയുടെ മണ്ടപ്പുറ്റ് ചെയ്താൽ തലവേദന മാറും എന്നുള്ളത് പൊങ്കാല ഇടുന്നവരുടെ ഒരു വിശ്വാസമാണ്. ഇവിടെ ഒരു മണ്ടപ്പുറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതും ഞാൻ ഇതുപോലെ നന്നായി ഉരുട്ടി കണ്ണും മൂക്കുമൊക്കെ വരച്ച് ഉരുളകളാക്കി വയ്ക്കുന്നുണ്ട്. 1/4 കിലോ പയറും ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത ക്വാണ്ടിറ്റിയിലാണെങ്കിൽ എനിക്കിതാ ഒരേ വലുപ്പമുള്ള 3 ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ 3നും കണ്ണും മൂക്കുമൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് 3 മണ്ടപ്പുറ്റും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് അടുപ്പിലോട്ട് മാറ്റാം. അടുപ്പിൽ മാറ്റി ഏകദേശം 1/2 മണിക്കൂർ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായി ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് മണ്ടപ്പുറ്റ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ തുറന്ന് നോക്കിയപ്പോൾ മണ്ടപ്പുറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മണ്ടപ്പുറ്റ് ഇവിടെ തയ്യാറാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.